നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇനിയൊരു റീയൂണിയൻ ഉണ്ടാകുമോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു ക്ലിയർ പിക്ചർ ലഭിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പരിഹാരവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും നശിപ്പിച്ചത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടിയെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ച് കളയാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബ്രേസ്ലെറ്റാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ജപിച്ച് തയ്യാറാക്കിയിട്ടാണ് ആ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ എന്താവശ്യമാണെങ്കിലും ആ ആവശ്യത്തിനുള്ള ബ്രേസ്ലെറ്റ് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് തയ്യാറാക്കി നൽകുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ടും ബ്രേസ്ലെറ്റിൻ്റെയും പരിഹാരത്തിൻ്റെ ആവശ്യത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 6 of Wands, 8 of Cups, Ace of Wands, 9 of Swords, the Moon card, Queen of Swords, Justice, 2 of Swords, 4 of Wands, 3 of Cups, 10 of Swords. നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ പോലും മറന്നിട്ടുള്ളൊരു ജീവിതമാണ് ഇപ്പോൾ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ അവർ പ്രയോറിറ്റി നൽകിയിരുന്നത് അവരുടെ ആ ഒരു ഇഷ്ടത്തിനാണ്. അവരുടെ കാര്യം നോക്കി മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയായിരുന്നു ഇഷ്ടം, അവരെ എങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ മറന്നുപോയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റാർക്കോ വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും കാര്യങ്ങളും എല്ലാം മറ്റാരോ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ദയനീയ അവസ്ഥയിലിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നിസ്സഹായതയോടുകൂടി നോക്കി കാണാനേ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടിട്ട് പറ്റുന്നുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തേത്. അവർ ഒരു സ്വാതന്ത്ര്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരെ ആരോ ശ്വാസം മുട്ടിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു സ്വാതന്ത്ര്യമില്ല, സ്വന്തം ഇഷ്ടത്തിന് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് പുറത്തു പോയി കാണണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും ആരുടെയൊക്കെയോ അനുവാദം ചോദിക്കേണ്ട അവസ്ഥ. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരുപാടൊരു റെസ്ട്രിക്ഷനിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഒരു തേർഡ് പാർട്ടിയുടെ ഒരു റെസ്ട്രിക്ഷൻ തന്നെയാണെന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും. ആ ഒരു തേർഡ് പാർട്ടി ആരും ആവട്ടെ, നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും പിണങ്ങാനുണ്ടായ കാരണം, അല്ലെങ്കിൽ പിരിക്കാൻ, പൂർണ്ണമായിട്ടും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വരാൻ റീസൺ ആയിട്ടുള്ള ഈ ഒരു തേർഡ് പാർട്ടി ആരാണോ അവർ കാരണമാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു റെസ്ട്രിക്ഷൻ അനുഭവിക്കുന്നത്. അവരുടെ പിടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതം മടുത്തതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഡെയിലി ഒരു സെയിം റുട്ടീനാണ്.
അവരെ കൊണ്ടിട്ട് നിർബന്ധപൂർവം ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ഇവർക്കൊന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ ഇവരുടെ വിഷമം തുറന്നു പറയാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ല. സ്വന്തമായിട്ടൊരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അവർ ഇനി എന്ത് ചെയ്യുമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവർക്കിപ്പോൾ ഒരു ഇൻഡ്യൂഷനൊക്കെ വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവർക്ക് തന്നെ അറിയാം എന്തോ ഒരു മോശപ്പെട്ട സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരുന്ന ദിവസങ്ങളിൽ എന്തോ ഒരു മോശം അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനേക്കാൾ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ വ്യക്തി ചെന്നെത്താൻ പോകുന്നു എന്നുള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയതായിട്ടും കാണുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് പരിചയപ്പെട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് വളരെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു പുതുമയായിരുന്നു. നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം അവർ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്നു. സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു ജീവിതം തേർഡ് പേഴ്സണിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടും. ഇതൊക്കെയായിരുന്നു ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു തിരിച്ചറിവ് കിട്ടിയത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം നേരത്തെ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആ ഒരു വ്യക്തി എങ്ങനെയായിരുന്നോ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അവർ ഇപ്പോൾ, അതായത് പുതിയൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു എന്ന്. ശരിക്കും പഴയ ആ ഒരു വ്യക്തിയുടെ സ്വഭാവവുമല്ല, ആ ഒരു മനുഷ്യനും അല്ല ഇപ്പോൾ. മറ്റാർക്കോ വേണ്ടി ചേഞ്ചായി, മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്നു, മറ്റാരൊക്കെയോ പറയുന്ന രീതിയിൽ ജീവിക്കുന്നു, ആരൊക്കെയോ വരച്ച വരയിൽ നിൽക്കുന്നു, ആർക്കൊക്കെയോ വേണ്ടി സ്വന്തം ഫ്രീഡം നശിപ്പിക്കുന്നു, ആരുടെയൊക്കെയോ റെസ്ട്രിക്ഷനിൽ, ആരുടെയൊക്കെയോ ആഗ്രഹത്തിന് വേണ്ടി ജീവിതം നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യം പോലും നടക്കാത്തൊരവസ്ഥ. അവർക്ക് തന്നെ ഇൻഡ്യൂഷൻ കിട്ടിയതായിട്ട് പറഞ്ഞല്ലോ. ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നത് വളരെ ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വ്യക്തി ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. അവർ ഇപ്പോഴേ തയ്യാറെടുക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ ഒന്നുകിൽ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ. ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ വ്യക്തി നിരന്തരം നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം. നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്തെല്ലാം ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നമ്പർ ഇവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ റിപ്ലൈ തരാത്തൊരവസ്ഥ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. നിങ്ങളുടെ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു, ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ അൺബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ, പിന്നെയും ബ്ലോക്ക് ചെയ്യുക, പിന്നെ അൺബ്ലോക്ക് ചെയ്യുക. ഈ ഒരു പ്രവണത നിങ്ങളുടെ വ്യക്തി കാണിക്കുന്നത് നിങ്ങളുടെ മെസ്സേജ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ്. അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തത് അവർ ആരൊക്കെയോ ഭയപ്പെടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഇവിടെ നിങ്ങളെന്ന പേഴ്സൺ ശരിക്കും ഒരു നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആക്ച്വലി അത്രയും നെഗറ്റീവായിട്ട് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന അത്രയും നിങ്ങളുടെ ജീവിതം നശിച്ചില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിന് ഒട്ടും നിങ്ങളെ വേണ്ട, ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലേക്കാണ് നിങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഒരു ഡിപ്രഷൻ സ്റ്റേജ്, ഒരു സ്വസ്ഥതയില്ലായ്മയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു. എന്നും രാത്രിയിൽ കരയുന്നൊരവസ്ഥ, മാനസിക വേദനയൊക്കെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഓർത്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇവിടെ മാറണം. നിങ്ങൾക്ക് സ്വസ്ഥത നിങ്ങൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് എന്നാണോ സ്വസ്ഥത കിട്ടാൻ തുടങ്ങുന്നത് നിങ്ങൾ വിചാരിക്കണം. ആ വിചാരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പിനെസ് അട്രാക്റ്റ് ചെയ്യുകയും ആ ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു ലൈഫ് നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ മാറും. അതായത്
ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു അകൽച്ച ഉണ്ടല്ലോ, അത് മാറുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഓൾറെഡി ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മടുത്തിരിക്കുന്നു. അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു മാറിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിനെ മാരേജ് ചെയ്തത്, അല്ലെങ്കിൽ തേർഡ് പേഴ്സണുമായിട്ടൊരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് ആകാം. ആ ഒരു വ്യക്തിയെ, ഈ ഒരു തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ആ ഒരു ജീവിതം മടുത്ത് തിരിച്ചു വരുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത് അവർക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര ഒരു പെയിൻ ആയിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇത്രയും കാലം ഈ ഒരു തേർഡ് പേഴ്സണിനെ എങ്ങനെയായിരുന്നോ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ എങ്ങനെയായിരുന്നോ ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് പ്രൊജക്റ്റ് ചെയ്തിരുന്നത്, അതല്ലായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന സത്യം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണിന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു സത്യം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് ശരിക്കും ഒരു മായാലോകം തന്നെ ആയിരുന്നു എന്നുള്ള സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കും. ഇവിടെ പിന്നെ ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുറേ പേരുടെ ഇവിടെ കോടതിയിലെത്തിയതായിട്ട് കാണുന്നുണ്ട്, ഒരു ഡിവോഴ്സ് കേസ് എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയതിൻ്റെ പേപ്പർ കിട്ടിയിട്ട് നിങ്ങൾ റീമാരേജ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മീഡിയേഷൻ ടോക്ക് വഴി നിരന്തരം അവിടെ ചെന്ന് സംസാരിക്കുന്ന വഴി നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഇവിടെ പോസിബിൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി തന്നെ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് മടങ്ങി വരുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുമ്പോൾ അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ ലൈഫിൽ നേരിടേണ്ടി വരും. കാരണം അവർ ഒരുപാട് ആൾക്കാരെ ഭയപ്പെടുന്നു. ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തി മൂവ് ഓൺ ആവുകയാണെങ്കിൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ വിടാതെ പിന്തുടരും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബ്ലാക്ക് മാജിക്കും ഒക്കെ ചെയ്ത് എന്തൊക്കെയോ തടസ്സം നിങ്ങളുടെ വ്യക്തിക്ക് സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത്, ഫ്യൂച്ചറിലുള്ള കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഒരു പ്രശ്നം സോൾവ് ആകാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലും നിങ്ങളുടെ മനസ്സ് മാറിയിട്ട് നിങ്ങളുടെ വ്യക്തിയിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിരിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തന്ന ആ ഒരു പെയിൻ നിങ്ങൾ മറക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു പെയിനും ഡിപ്രഷൻ സ്റ്റേജും ഒക്കെ നിങ്ങൾ അനുഭവിച്ച് നിങ്ങളെ തന്നെ മാറ്റി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്ന് തന്നെ നിങ്ങൾ പറയുന്നൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഗ്രാജ്വലി മാത്രമേ നിങ്ങളുടെ ആ ഒരു മനസ്സ് മാറുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങൾ അതുപോലെ റിയാക്ട് ചെയ്യാനുള്ള റീസൺ പോലും ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക്കിൻ്റെ ഫലമായിട്ടായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരു റീയൂണിയൻ നടന്നു കഴിഞ്ഞാൽ തന്നെയും അതിൻ്റെ ഇടയിൽ പിന്നെയും ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും തകർന്നൊരവസ്ഥയിലായിരിക്കും. അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു വയ്യാത്തൊരവസ്ഥയിലായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. ഇനി മുമ്പോട്ടൊരു ജീവിതമില്ല എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങളുടെ അടുത്ത് എത്തുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു മാരേജ് ലൈഫ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡൊക്കെ കുറച്ച് നാൾ, അത് കൂടുതൽ കാലമൊന്നുമില്ല, ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 monthsനുള്ളിൽ തന്നെ നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ടും മറക്കും. നിങ്ങളിലേക്കുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മടക്കയാത്ര അത്ര എളുപ്പമായിരിക്കില്ല ആ ഒരു വ്യക്തിക്ക് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് വിശ്വാസവഞ്ചന കാണിക്കും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ ഒരു തേർഡ് പേഴ്സണിന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് രഹസ്യ സ്വഭാവങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രകൃതക്കാരിയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ. അവരെ വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് സ്വസ്ഥത കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉപദ്രവിക്കാൻ ഈ ഒരു തേർഡ് പേഴ്സൺ ശ്രമിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. പക്ഷേ ആ റീയൂണിയൻ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, ഇവരാരും കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക. ഒരു ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അതൊരു തേർഡ് പേഴ്സൺ തന്നെയാണ്. ഇവർ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്, അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുക നിങ്ങളുടെ ഇടയിൽ ഇനിയും പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ റീയൂണിയന് ശേഷം, നിങ്ങളുടെ മാരേജിന് ശേഷം പിന്നെ ഒരു തേർഡ് പേഴ്സൻ്റെ എൻട്രി ഇവിടെ കാണുന്നുണ്ട്. ഇനിയും ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇനി ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓവർകം ചെയ്ത് ഒരു മൂവ് ഓൺ നിങ്ങൾക്ക് ചിലപ്പോൾ സാധ്യമാവുകയില്ല. ശരിക്കും നിങ്ങൾ തകർന്നൊരവസ്ഥയിലേക്ക് പോകും. നിങ്ങളുടെ വ്യക്തി ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവരുടെ ഇഷ്ടത്തിന് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളിലേക്ക് താമസിക്കാതെ മടങ്ങിയെത്തും. നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കുമ്പോഴോ കോൾ ചെയ്യുമ്പോഴോ അവർ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ റീസൺ അവർ ആരെ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രശ്നം കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ് അവർ നിങ്ങളുടെ കോൾസ് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് നിങ്ങളോട് ഇല്ലാഞ്ഞിട്ടല്ല. ഒരു പക്ഷെ നിങ്ങളെ ആദ്യമൊക്കെ തേർഡ് പേഴ്സൺ കാരണം അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോൾ തേർഡ് പേഴ്സൺ അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേര് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് കാണുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്താലാ ആ ഒരു ടോർച്ചർ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ മതിയാകും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിനൊരു മാറ്റം വന്നിരിക്കുന്നത് കൈവശം മൂലമോ ബ്ലാക്ക് മാജിക് മൂലമോ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജപിച്ചു തരുന്ന ഭസ്മത്തിലൂടെ നിങ്ങൾക്ക് തന്നെ നിസ്സാരമായിട്ട് ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം വലിയ രീതിയിൽ അതിരൂക്ഷമാണ് എന്നുണ്ടെങ്കിൽ അത് പൂജ ചെയ്തിട്ടാണ് പരിഹരിക്കുന്നത്. നിങ്ങൾക്ക് റീഡിംഗ് എടുക്കുവാനായിട്ടും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.